എൻ്റെ ഒരു ഒപ്പീനിയനില്ല, റിലീജിയൻ വേണ്ട, പക്ഷെ ഗോഡ് വേണം. റിലീജിയൻ പ്യുവർലി പുരോഹിതന്മാർക്ക് ഉണ്ടാക്കാൻ കാശിലാക്കാൻ മറ്റുള്ള പരിപാടിയാണ്. റെക്കോർഡ് ചെയ്യണ്ടോ? അതൊരു പരിപാടിയാണ്. പക്ഷെ ഗോഡ് വേണമെന്ന് പറയാൻ കാരണം അറിയോ? ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പൊട്ടനെ ചട്ടൻ ചതിക്കും, ചട്ടനെ ദൈവം ചതിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ വരണമെങ്കിൽ ദൈവം വേണം. ഇപ്പം എനർജി മാത്രം അങ്ങനെ പ്യുവർലി മെക്കാനിക്കലാണെങ്കിൽ ഹ്യൂമൻ സൈഡ് പോകും. അവിടെയാണ് ഈ എനർജി സ്റ്റേറ്റ് ക്രിയേറ്റ് ആകണം. പ്യുവർലി മെക്കാനിക്കലായി പോയ റെസ്റ്റോറാണ്. ഗോഡ് ഇസ് ലീഡർ ബട്ട് റിലീജിയൻ ഇസ് നോട്ട് ലീഡർ. അങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ദൈവം വേണോ? അല്ല, ഒരു മോറൽ വാല്യൂ വേണം. അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരെ മാറുക, നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരെ മാറുക. മനുഷ്യന്റെ മോറൽ വാല്യൂസ് മതമല്ലേ കടമെടുത്തത്, അല്ലാതെ അല്ല. ഞാൻ പറഞ്ഞത് അതാ പറഞ്ഞ മതം വേണമെന്ന് ഞാൻ പറയുന്നില്ല. മതം പുരോഹിതന്മാർക്ക് ഉണ്ടാക്കിയതാണ്. അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി അവരുണ്ടാക്കിയ പരിപാടിയാണ്. ഞാൻ പറഞ്ഞ ദൈവം വേണം. കാരണം ഞാൻ പറഞ്ഞ പൊട്ടനും ചട്ടനും ആ രീതിയിൽ വേണം. അല്ലെങ്കിൽ നല്ല മനുഷ്യർ നെഗറ്റീവ് ആൾക്കാരായിരിക്കും സക്സസ്ഫുൾ ആയി വരുന്നത്. ആ ഒരു മോറൽ വാല്യൂ വേണം. അല്ലെങ്കിൽ ഈ വെറുതെ പ്യുവർലി മാറ്റർ മെറ്റീരിയലിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ എനർജി ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഹ്യൂമൻ ആ ഒരു സൈഡ് പോകും. അതാണ് ഐൻസ്റ്റൈൻ്റെ തിരിയോട് എനിക്ക് വിയോജിപ്പുള്ളത്. ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസ് വേണ്ടേ? ഇപ്പം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഗോഡ് എത്തിയിസ്റ്റായി? കാരണം ഓൾമൈറ്റി ദൈവം ഉള്ളപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ നമ്മളില്ലാതെ ജീവിക്കാൻ പറ്റും. വേറെ എത്രയോ ബലീനരായ എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി. അതാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് പറയുന്നത്. പണ്ട് ഫ്യൂഡൽ ആൾക്കാരെല്ലാം പാവങ്ങളെ ഇൽറ്റിയിട്ട് ഇടപ്പുണ്ടായതാണ്. അവിടെ വളരെ ഒരു മനുഷ്യത്വം ഉണ്ട്. അന്ന് ആ എത്തിസ്റ്റിൽ മനുഷ്യത്വമുള്ളവരായ. ഇപ്പം അത് മാറി. രണ്ടും ശരിയല്ല. നമുക്ക് അഗ്നോസ്റ്റിക്സ് പറയാൻ പറ്റുള്ളൂ. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. രണ്ടേ ഇടയിലേ പറയാൻ പറ്റും. ഹ്യൂമാനിറ്റിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ എത്തിസ്റ്റ് പറയാൻ കാരണം ഈ ലോകത്ത് നടക്കുന്ന 98% കാര്യം നെഗറ്റീവാണ്. ഇത്രയും നെഗറ്റീവ് കാര്യം നടക്കുമ്പോൾ നന്മയുള്ള ദൈവത്തിനെ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? 98% നടക്കുന്നത് നെഗറ്റീവാണ്. ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ മർദ്ദിക്കപ്പെടുന്നു. വലിയ രീതിയിലൊരു മാത്രമല്ല പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു. അങ്ങനെ വലിയൊരു അക്രമം നടക്കുന്ന ഒരു ഏരിയയിൽ ദൈവം നോക്കി ചിരിക്കുകയായിരുന്നു. അല്ല ചോദിച്ചു, അല്ല ഇതിനെ തടയാൻ ദൈവത്തിന് പറ്റുന്നില്ലെങ്കിൽ അതാണ് എന്റെ ചോദ്യം. എന്റെ വീട്ടിലടുത്ത് 30 വയസ്സിൽ പയ്യൻ, 30 വയസ്സ് സൈക്കോ ആയിട്ടുള്ള ക്രൂരനല്ലേ അത് നോക്കി? എന്റെ വീടിന്റെ എല്ലാം കാണുന്ന ദൈവമാണെങ്കിൽ, ശരിയാണ്, എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന ദൈവമാണെങ്കിൽ ആ ക്രൂരത കണ്ട് ചിരിക്കുകയായിരുന്നോ ദൈവം? അതാണ് ഇപ്പൊ എന്റെ നെയ്ബർ എന്നെ 30 വയസ്സുണ്ടല്ലോ പയ്യൻ മനുഷ്യ. ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്ത് മനസ്സിലാവണില്ല. അംഗവല്യമുള്ള കുട്ടികൾ ജനിക്കുന്നു, കണ്ണ് കാണാത്ത കുട്ടികൾ ജനിക്കുന്നു. ചെവി നിങ്ങൾക്ക് അബോഷനെ കുറിച്ച് എന്താണ്? അബോഷൻ ശരിയാണ് തെറ്റാണ്? ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല. തീരുമാനമാണ്. ഒരു അമ്മയുടെ അല്ല, അമ്മ മാത്രമേ അപ്പനും റെസ്പോൺസിബിൾ അല്ലേ? രണ്ടുപേരും ചേർന്നല്ല ഉണ്ടായത്. രണ്ടുപേരും തീരുമാനിക്കണം. അമ്മ മാത്രമല്ല, രണ്ടുപേരും തീരുമാനമായിരിക്കണം. പക്ഷെ ഇതെന്നാണ് ആ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല. അതിന് മുമ്പ് ചെയ്യുന്നത് ശരിയല്ല. അച്ഛന്റെയും അമ്മേന്റെയും കൺസേൺ ഉണ്ടെങ്കിൽ അവർക്ക് ഇതാവാം. ഇവര് പറയുന്നത് റിലീജിയസ് ആൾക്കാർ പറയുന്നത് ആ ഒരു ഫീറ്റസ് ഫോം, ആ എംബ്രിയോ, ആ ഫോമിൽ തന്നെ അതിന് ലൈഫ് ഉണ്ടെന്ന് പറയണം, സോൾ ഉണ്ടെന്നൊക്കെയാ പറയണം. എന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്നറിയോ? ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഫിനാൻഷ്യലി എന്താ പറയാ സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിച്ചാൽ എന്റെ ഫ്യൂച്ചർ വരെയുള്ള കാര്യങ്ങൾ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തിരിക്കണം. എനിക്കുണ്ടാവുന്ന കുട്ടി, ആ കുട്ടിയെ എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിൽ വളർത്തണം എന്നുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ, കുട്ടികളുണ്ടാവുന്നുള്ളൂ, കുട്ടികളെ നോക്കുന്നുള്ളൂ. ഇതില്ലാതിരിക്കുമ്പോൾ, ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കുട്ടിയെ വളർത്താനുള്ള സാഹചര്യം നമുക്കില്ല എന്ന് അറിയുമ്പോഴാണ് അബോഷനിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പൊ ഇത് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ പോലെ എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് പല ആൾക്കാരും ചെയ്യുന്ന കാര്യം അതാണ്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം പോയി കല്യാണം കഴിക്കുന്നു, ലോൺ എടുത്ത് ജീവിക്കുന്നു, അവിടെ ലോൺ, ഇവിടെ ലോൺ, അവിടെ കടം, ഇവിടെ കടം, വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ ഒരു കുട്ടി വളരുക. ഞാൻ പറഞ്ഞ ആ കുട്ടിയോട് ചെയ്യുന്ന ദോഷമാണ്. ഈ ദാരിദ്ര്യമായ രീതിയിൽ ഒരു കുട്ടി വളരുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ചെയ്യുന്ന ദോഷമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ. അത് മാത്രമല്ല, പേരൻസ് നമ്മൾ വഴക്കിടുമ്പോ ഇവര് ആ പിള്ളേരെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇല്ല, അവരുടെ ഈഗോണ് അവർ നോക്കുന്നത്. ആ കൊച്ചിന്റെ അവസ്ഥ ചിന്തിക്കുന്നില്ല. ആ കൊച്ചു വളരുമ്പോ അതിന് ഈ ഒരു വളർച്ചയിൽ തന്നെ ചിലപ്പോൾ ഇത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അച്ഛനും അമ്മയ്ക്കും കുട്ടിയെ നോക്കാൻ ആസ്ട്രോളജി സ്യൂഡോ സയൻസ് ആണോ?
ഏതാ ആസ്ട്രോളജി. അല്ലാതെ എന്താ? പക്ഷെ ന്യൂട്ടൺ ബിലീഫ് ഉണ്ടായി. ന്യൂട്ടൺ ബിലീഫ് ഈ പറയുന്ന സ്കോർപ്പിയൻ, സാഗിറ്റേറിയസ് ഇങ്ങനെ പറഞ്ഞിട്ട് അത് സ്റ്റാർസ് ഉണ്ട് ആക്ച്വലി. അങ്ങനത്തെ സ്റ്റാർസ് ഉണ്ട്. ന്യൂട്ടൺ ബിലീവറായ. പക്ഷെ അപ്പൊ ഫേറ്റ് ഉണ്ടെന്ന് പറയേണ്ടി വരും. ആസ്ട്രോളജി ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേറ്റ് ഉണ്ടെന്ന്. ആസ്ട്രോളജി അതുപോലെ ആസ്ട്രോണമി മാക്സിമം സ്റ്റാർട്ട് ചെയ്ത് ആ കാലത്തേ ഉള്ളതാണ്. പണ്ടത് സഹായകരമായിരുന്നു. പക്ഷെ നമുക്ക് വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോഴും പഴയ മെത്തേഡ്സിൽ തന്നെ പോകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം സയൻസിൽ അൾട്ടിമേറ്റ് ആയിട്ട് ഒന്നുമില്ല. റിലീജിയനിൽ എല്ലാം അൾട്ടിമേറ്റ് ആണ്, ചേഞ്ച് ഇല്ല, ഡോഗ്മാറ്റിക് ആണ്. ശരിയാണ്, അതവിടെ കഴിഞ്ഞു. പിന്നെ അത് മാറ്റമില്ല. സയൻസ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ന്യൂട്ടൺ പറഞ്ഞത് ഐൻസ്റ്റീൻ മോഡിഫൈ ചെയ്തു. ഈ ഐൻസ്റ്റീൻ പറയുന്ന ഭാവിയിൽ മോഡിഫൈ ചെയ്യാം. ആ ഒരു ഇതുണ്ട്. നമ്മളിപ്പോ സ്കെപ്റ്റിക്കലാണ്. അത് ഈ റിലീജിയനിൽ പറ്റില്ല. ഏറ്റവും കുഴപ്പമാണ് ഇപ്പൊ ബ്രൂണോയെ കൊല്ലാൻ കാരണം ബ്രൂണോയുടെ ശരീരത്തിനുള്ളിൽ ഇതാണ്, സാത്താനാണ്. എന്ത് ഇല്ലോജിക്കലായ കാര്യം പറയാണ്. അയാള് ഇവരെ ഏത് രീതിയിലെ കൊന്നറിയും, കത്തിച്ച് നാശമാക്കിയിട്ട് എങ്ങനെ കൊന്നറിയോ ഇത്രയും ഇത് പറയുന്ന ആൾക്കാര്. റിലീജിയൻ പറയാണ് മനുഷ്യരെ സൂപ്പർസ്റ്റിഷൻസ് വരാൻ കാരണം, അന്ധവിശ്വാസത്തിലേക്ക് വരാൻ കാരണം ലോജിക്കില്ല. അതുകൊണ്ടാണ് റിലീജിയനിൽ ലോജിക്കൽ സംഭവം വളരെ കുറവാണ്. ഞാൻ പറയണത് യുക്തി കൂടുതൽ ഉപയോഗിക്കുന്നത് റിലീജിയനിലുള്ള ബിലീവേഴ്സ് തന്നെയാണ്. അവരുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അതാ പറഞ്ഞ ലോജിക്ക് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാൻ പറ്റും. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ലോജിക്കലി ശരിയാക്കാൻ നോക്കുകയാണ്. അതാ ലോജിക്ക് മാനിപ്പുലേറ്റീവ് ആണ്. ഫിക്സിങ് അത് ലോജിക്കാക്കാൻ നോക്കുകയാണ്. പല ഗ്രന്ഥങ്ങളിൽ ഭൂമി പരന്നാന്ന് പറയുന്നു. പക്ഷെ ഇന്ന് അതിന് ഉരുട്ടാൻ വേണ്ടി രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് സൈൻ ടോം ചാക്കോ കുറച്ച് കാര്യം പറഞ്ഞു. അല്ല, സൈൻ ടോം ചാക്കോ ഇതുപോലെ സംസാരിക്കേണ്ടതില്ലേ, സംസാരിക്കേണ്ടതില്ലേ. പക്ഷെ പുള്ളി പറഞ്ഞ ചില പോയിന്റ്സ് കണ്ടിട്ട് ആദ്യം ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഭൂമി പരന്നതാണെന്നുള്ളത് പുള്ളി പറയണം സബ്ജക്റ്റീവ് ആണ്. നമുക്ക് കാണുന്നത് ഭൂമി പരന്നതായിട്ടാണ്. നമ്മളെ തലച്ചോറിൽ അതാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതാണ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷെ ഒബ്ജക്റ്റീവ് ആവുന്ന സമയത്താണ് നമ്മൾ ഭൂമി ഉരുണ്ടെന്ന് പറയുന്നത്. അത് എന്താ സയൻസിന്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാ. തലച്ചോറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരന്നതാണ്. നമ്മൾ കാണുന്നത് പരന്നതായിട്ടാ, നമ്മൾ ഉരുണ്ടതിന് കാണുന്നേ ഇല്ല. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. നമ്മളെ കണ്ണുകൊണ്ട് കാണുന്നത് എന്താ? സൂര്യൻ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നു. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്. നിങ്ങളുടെ ഫൈനൽ കൺക്ലൂഷൻ ദൈവം ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. നിങ്ങൾ എന്നോട് അഗ്നോസ്റ്റിക് ആയ ഞാൻ എന്നെ ഒരു കാറ്റഗറിയിൽ പറയാനുള്ളൂ. ഒരു കാറ്റഗറിയിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. മെറ്റാഫിസിക്കലായ കാര്യമാണ്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. കമലഹാസൻ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇവിടെ അടിയും കുടിയും നടത്തേണ്ട കാര്യമില്ല. എന്റെ ദൈവമാണ് വലുതെന്ന് പറഞ്ഞ് പരസ്പരം വെട്ടി. ഇവന്റെ വേറെ ബ്ലാക്ക് മെയിലിംഗ് എന്താ അറിയോ? നിങ്ങളിപ്പോ സത്യം അറിഞ്ഞു, ഇനി നിങ്ങൾ ഇത് മറ്റേ അറിയാതെ പോയാൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ സത്യം അറിഞ്ഞു, ഇനി നിങ്ങൾ ഇതൊന്നും ഡിവേറ്റ് ചെയ്താൽ ദൈവം ക്ഷമിക്കില്ല. ഇങ്ങനെ കുറെ ബ്ലാക്ക് മെയിലിംഗ് എല്ലാം ഉണ്ട്. ദൈവം ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ, അങ്ങനത്തെ തിന്മന്റെ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഹോമോസെക്സ്വാലിറ്റി തന്നെ വളരെ മോശമായിട്ടാണ് സെമിറ്റിക് റിലീജിയൻ കാണും. അതെ, അവര് കൊന്നുകളയണം അങ്ങനെയൊക്കെയാ പറയണം. ഈ സയൻസിന്റെ റിലീജിയൻ പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ആണ്. സയൻസ് എന്ന് പറഞ്ഞാൽ അത് ക്യൂറാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും ക്രിമിനൽസ് അല്ല, അവർ പണിഷ് അല്ല ചെയ്യുന്നില്ല. ഈവൻ ജയിലിൽ പോലും ഒരു തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ ആണ്. അവർക്ക് ട്രീറ്റ്മെന്റാണ് കൊടുക്കേണ്ടത്. അതാണ് സയന്റിഫിക് അപ്രോച്ച്. അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. പലതും നോർമലി ആൾക്കാർ ക്രൈം ചെയ്യില്ല. നോർമലി ആൾക്കാർ ക്രൈം ചെയ്യില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ജയിലിൽ കണ്ടപ്പോൾ എന്റെ കൂടെ ഒരാള് 3 തവണ പല തവണയായിട്ട് ജയിലിൽ വന്നിട്ടുണ്ട്. കക്കണ അത് അയാൾക്കൊരു അസുഖമാണ്. അത് ഈ പണിഷ്മെന്റ് മാത്രം കൊടുത്തിട്ട് കാര്യം, റിഹാബിലിറ്റേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഇവിടെ ഈ ഡ്രഗിന്റെ കേസ് വരുന്ന സമയത്ത് ഇവരെ MDMA കൊക്കൈനോ അല്ലെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? കച്ചവടക്കാരല്ല ഞാൻ പറയുന്നത്, ഉപയോഗിക്കുന്ന ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ റിമാൻഡ് കൊണ്ടിട്ട് പിന്നെ ഇറക്കി പിന്നെ വലിയ ക്രിമിനൽ ആവാണ്. അല്ലാതെ അവനെ പിടിച്ച് ചികിത്സിക്കുന്ന ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യുന്നില്ല. അല്ലെ റീഹാബിലിറ്റേഷൻ സെന്ററിലോ കൊണ്ട് അവനെ ഒന്നും നല്ല മനുഷ്യനാക്കി പിന്നെ ചെയ്യുന്നില്ല. വേറെ ഗുണം പറഞ്ഞാൽ റിലീജിയന്റെ ഒരു ഗുണം പറഞ്ഞാൽ ഡിസിപ്ലിൻ വരും. അങ്ങനെ ഗുണമുണ്ട്. ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വരും. എന്തുകൊണ്ടാണ് അല്ല അത് മനസ്സിലായി. ലൈഫിൽ ഞാൻ എന്താ പറഞ്ഞു വന്നാ മറന്നുപോയി. അങ്ങനെയല്ല അതല്ല എന്തൊരു കാര്യം പറഞ്ഞു മറന്നുപോയി. അതല്ല റിലീജിയൻ ഡിസിപ്ലിൻ. പിന്നെ എന്തോ ഒരു പോയിന്റ് പറയാൻ വന്നു. എന്തോ ഒരു പോയിന്റ് ഉണ്ടായ